ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം മടിവാള ബസ് സ്റ്റാൻഡിലാണ്. ഇവിടുന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലോട്ട് പോവുക. അവിടെ പോയിട്ട് നേരെ ഹോസ്റ്റലിലോട്ട് പോവുക. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മടിവാള സ്റ്റാൻഡ്. ഇവിടുന്ന് എനിക്ക് മുന്നോട്ട് പോകണം. നമ്മുടെ നന്മ ചേച്ചിയുടെ വീട്ടിലോട്ട് പോകണമെങ്കിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഫ്ലൈ ഓവർ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ഫ്ലൈ ഓവറിൻ്റെ സൈഡിൽ കൂടെ ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അതുവഴി പോയാലേ നമുക്ക് നന്മ ചേച്ചിയുടെ അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. കുറേ ലഗേജൊക്കെ ഉണ്ട്, അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ നന്മ ചേച്ചിയുടെ പാഴ്സലാണ്. ഇതുകൊണ്ട് കൊടുത്തിട്ട് വേണം എനിക്ക് എൻ്റെ റൂമിലോട്ട് പോകാൻ. വാ ഫ്രണ്ട്സ്, നിങ്ങൾ ആ ഫ്ലൈ ഓവർ കണ്ടില്ലേ, അവിടുന്ന് ലെഫ്റ്റ് സൈഡിലോട്ടൊരു വഴി കിടപ്പുണ്ട്. അവിടുന്ന് നേരെ പോകുമ്പോഴത്തേക്കും ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റൽ ഞാൻ നിങ്ങളെ കാണിക്കാം. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു നല്ലൊരു ഷോർട്ട് കട്ടുണ്ട്. ആ വഴി വേണം നമുക്ക് നന്മ ചേച്ചിയുടെ അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ ഹോസ്പിറ്റലിൻ്റെ അവിടെ എത്തി. ഹോസ്പിറ്റലിൻ്റെ പേര് വരുന്നത് സെൻറ്റ് ജോൺസ് മെഡിക്കൽ ഹോസ്പിറ്റൽ. ഇതാണ് ഹോസ്പിറ്റലിൻ്റെ പേര് വരുന്നത്. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു നെറ്റൊക്കെ ഇട്ടൊരു വഴിയുണ്ട്. അപ്പോൾ ഈ വഴി നമുക്ക് പോകണം. ഈ വഴി അത്യാവശ്യം നല്ല രസമുണ്ട് രാവിലെ ഇങ്ങനെ പോകാൻ. ഇതുവഴിയാണെങ്കിൽ ഞാൻ ഒരു 3-4 തവണ വന്നിട്ടുണ്ട്. അത്യാവശ്യം ഉണ്ട്, എന്നാലും ഉണ്ട്. ചുറ്റും ഗ്രില്ലൊക്കെ ഇട്ട് വെച്ചേക്കുക, അതുകൊണ്ട് വേറെ പട്ടികളൊന്നും വരത്തില്ല. നമുക്ക് രാത്രിയിലാണെങ്കിലും നല്ല സുഖമായിട്ട് ഇതുവഴി നടക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ബാംഗ്ലൂരിലുള്ളവർക്കറിയാം, നമ്മൾ നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഫുഡിൻ്റെ ഒക്കെ ഇഷ്യൂ വരും. പക്ഷേ ബാംഗ്ലൂരെന്ന് പറയുമ്പോഴത്തേക്കും മടിവാള എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതൊരു മിനി കേരള പോലെ. എവിടെ ചെന്നാലും മലയാളികളും മലയാളി കടകളും. അതുകൊണ്ട് നമ്മൾ നാട്ടിലെ ഫുഡൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ മടിവാളയിലോട്ടൊക്കെ ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ഊണും ബിരിയാണിയും, നമുക്ക് നാട്ടിൽ പോകാനൊക്കെ തോന്നുമ്പോഴത്തേക്കുമേ നമുക്ക് ഇതുപോലെ നാട്ടിലെ ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം പിടിച്ച് നിൽക്കാം. നമ്മുടെ നാടിൻ്റെ അത്ര സ്വർഗം വേറൊന്നുമില്ല. ഇവിടുത്തെ വ്യൂ കണ്ടോ. അങ്ങനെ അപ്പം നമ്മൾ ഈ ഹോസ്പിറ്റലിൻ്റെ വഴി ഏറെക്കുറെ തീർന്നു. അപ്പോൾ ഇവിടുന്ന് നേരെ കിടക്കുന്ന വഴി കണ്ടോ, ആ വഴി കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നന്മ ചേച്ചിയുടെ വീടെത്തും. അപ്പോൾ വേറൊരു സൂത്രം ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ എൻ്റെ പുറകിലുള്ള ഈ ഒരു ഷെഡ് കണ്ടോ, ആ ഷെഡെന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഒരു പൈപ്പ് വരുന്നുണ്ട്. ഇത് കണ്ടോ, നമുക്ക് 5 രൂപ ഇടുവാണെങ്കിൽ നമ്മൾ നമ്മൾ കടയിലൊക്കെ പോയി ക്യാൻ മേടിക്കത്തില്ലേ വെള്ളത്തിൻ്റെ, അപ്പോൾ ഇവിടെ 5 രൂപ ഇടുവാണെങ്കിൽ നമുക്ക് 20 ലിറ്റർ വെള്ളം കിട്ടും. ഇത് അത്യാവശ്യം നല്ലൊരു സംഭവമാണ്. കാരണം നമ്മൾ ഇപ്പോൾ റൂമും വീടും ഒക്കെ എടുത്ത് നിൽക്കുമ്പം ഇവിടുത്തെ വെള്ളമൊക്കെ അത്യാവശ്യം ഡാമേജ് ആണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ വെള്ളമൊക്കെ എടുക്കാം. അത് നല്ലൊരു സംഭവമാണ്. കാരണം 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 20 ലിറ്റർ വെള്ളം കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നന്മ ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത് എത്താറായി. എഴുന്നേറ്റിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. നമുക്ക് നന്മ ചേച്ചിയുടെ അടുത്തോട്ട് പോയിട്ട് ബാക്കി ഹോസ്റ്റലിലോട്ട് പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താവേ. ഓക്കേ.